വർഷം 2139. ഭൂമി മരിച്ചുകൊണ്ടിരിക്കുന്നു. മലിനീകരണവും യുദ്ധവും ആകാശത്തെ കറുത്തതാക്കി. മനുഷ്യർ ഒരുപാട് പ്രതീക്ഷയോടെ നക്ഷത്രങ്ങളിലേക്ക് നോക്കി. ക്യാപ്റ്റൻ മിറാലേൻ 5 സംഘത്തെ നയിച്ച് സാറ്റേണിന്റെ ഉപഗ്രഹമായ ടൈറ്റനിലേക്ക് യാത്ര തിരിച്ചു. വളരെ കഠിനമായ തണുപ്പും രഹസ്യങ്ങളും നിറഞ്ഞ ഒരിടം. അവരുടെ സ്പേസ്ഷിപ്പ് നോവ 6 ഒരു വിചിത്രമായ സിഗ്നലിനടുത്തിറങ്ങി. ഒരു ഹൃദയമിടിപ്പ് പോലെ തുടിക്കുന്ന സിഗ്നൽ. നമ്മൾ തനിച്ചല്ല, എഞ്ചിനീയർ രാജ് സ്ക്രീനിലേക്ക് നോക്കി പറഞ്ഞു. ഒരിരുണ്ട മലയിടുക്കിൽ മഞ്ഞിൽ കുഴിച്ചിട്ട ഒരു ഭീമൻ ലോഹവാതിൽ അവർ കണ്ടെത്തി. അതിൻ്റെ ഉപരിതലത്തിൽ ചുവന്ന ചിഹ്നങ്ങൾ തിളങ്ങി. മിറ അതിൽ തൊട്ടു. ആഴമുള്ള ഒരു മുഴക്കത്തോടെ വാതിൽ തുറന്നു. അവർ അകത്തേക്ക് കയറി. ഉള്ളിലെ ഭിത്തികൾ ജീവനുള്ളതായിരുന്നു. വെളിച്ചം മിന്നി. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പ്രവർത്തിച്ചിരുന്ന അന്യഗ്രഹ യന്ത്രങ്ങൾ തെളിവാക്കി. ഈ സ്ഥലം ഇത് ഉപേക്ഷിക്കപ്പെട്ടതല്ല, ശാസ്ത്രജ്ഞയായ ഡോക്ടർ ലിൻ പറഞ്ഞു. പെട്ടെന്ന് വാതിൽ ശക്തിയായി അടഞ്ഞു. താപനില കുറഞ്ഞു. അവരുടെ മനസ്സിൽ ഒരു ശബ്ദം പ്രതിധ്വനിച്ചു. അവർക്കറിയാത്ത ഒരു ഭാഷയിൽ. ഓരോരുത്തരും മന്ത്രിപ്പുകൾ കേട്ടു, നിഴലുകൾ കണ്ടു. സ്റ്റേഷനിലെ എന്തോ ഒന്ന് അവരെ പരീക്ഷിക്കുകയായിരുന്നു. അവരുടെ ഓർമ്മകൾ, സ്വപ്നങ്ങൾ, ഭയങ്ങൾ കാണിച്ചുകൊണ്ട്. രാജ് നിലവിളിച്ചു. ഭൂമി നശിപ്പിക്കപ്പെട്ടതായി കണ്ടെന്ന് അവൻ പറഞ്ഞു. മിറ തന്റെ ബാല്യകാലത്ത് കത്തുന്ന ഒരു ലോകത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്നതായി കണ്ടു. യന്ത്രത്തിന് അവരെ അറിയണമായിരുന്നു. അത് ചിന്തകളും വികാരങ്ങളും ഭക്ഷിച്ചു. മിറ സത്യം മനസ്സിലാക്കി. ഇതൊരു സ്റ്റേഷനല്ല, ടൈറ്റന്റെ മഞ്ഞിനടിയിൽ ഉറങ്ങുന്ന ഒരു ജീവനുള്ള ബുദ്ധിയായിരുന്നു. മാത്രമല്ല, ആ സിഗ്നൽ ഒരു കെണിയായിരുന്നു. എന്നാൽ അവർ തിരിച്ചു പോകാൻ ഉദ്ദേശിച്ചിരുന്നില്ല. പക്ഷേ മിറയ്ക്ക് ഒരു അവസാന പദ്ധതി ഉണ്ടായിരുന്നു. അവൾ റിയാക്ടർ ഓവർലോഡ് ചെയ്യാൻ സജ്ജമാക്കി. എന്നാൽ നോവ 6 പൊട്ടിത്തെറിച്ചു. ടൈറ്റന്റെ ആകാശത്തൊരു ജ്വാല തെളിഞ്ഞു. സിഗ്നൽ നിന്നു. തൽക്കാലത്തേക്ക് മാത്രം. ഭൂമിയിൽ ഒരു പുതിയ സിഗ്നൽ പ്രത്യക്ഷപ്പെട്ടു. അതിൽ മിറയുടെ ശബ്ദത്തിന്റെ ഒരു പകർപ്പുണ്ടായിരുന്നു. എന്നെ രക്ഷിക്കൂ. പിന്നെ നിശബ്ദത.